വീടിനകത്തോ അല്ലെങ്കിൽ സ്ഥാപനത്തിനകത്തോ ഇത്തരത്തിൽ ഒരു വൈദ്യുതി ഉപകരണം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, പെട്ടെന്ന് അതിൽ നിന്ന് തീപ്പൊരിയോ അല്ലെങ്കിൽ സ്പാർക്കോ അത്തരത്തിലുള്ള കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ഒരു കാരണവശാലും അത് പോയി സ്പർശിക്കാനായിട്ട് നിൽക്കരുത് എന്നുള്ളതാണ്. അത് അങ്ങനെ ഉണ്ടാകുന്നതിൻ്റെ അർത്ഥം എന്താണ്? ആ ഉപകരണത്തിന് എന്തോ കാര്യമായിട്ടുള്ള കുഴപ്പം ഉണ്ട്. അപ്പോൾ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നമുക്ക് സ്വിച്ച് ഓഫ് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ, അത് അവിടെയും ഒരു സേഫ്റ്റി വിഷയമുണ്ട്. നമ്മൾ അങ്ങനെ സ്വിച്ച് ഓഫ് ചെയ്യുന്ന വേളയിൽ ഒരു കാരണവശാലും സ്വിച്ച് ബോർഡിൽ തീ ഉണ്ടാകുന്ന അവസ്ഥയിൽ നമ്മളൊരു കാരണവശാലും അവിടെ പോയി ഓഫ് ചെയ്യാനായിട്ട് നിൽക്കരുത്. അങ്ങനെ സ്വിച്ച് ഓഫ് ചെയ്യാൻ ഇപ്പോൾ ഒരു ഉപകരണത്തിന് മാത്രമാണ് അപകടം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കണ്ടതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സ്വിച്ച് ഓഫ് ചെയ്ത് അതിൻ്റെ അപകടം ഒഴിവാക്കാം. ഒരു കാരണവശാലും നമ്മൾ നേരിട്ട് അത് ലൈനിൽ കണക്ട് ചെയ്തുകൊണ്ട് അത് നന്നാക്കാനായിട്ട് ശ്രമിക്കരുത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അത് അഴിച്ചു മാറ്റിയിട്ട് അതിൻ്റെ പ്ലഗോ അല്ലെങ്കിൽ കണക്ഷനോ അഴിച്ചു മാറ്റിയിട്ട് മാത്രമേ അതിൻ്റെ കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കാവൂ. ഇനി അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ റിപ്പയർ വർക്കുകൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ടോ ഒരു സ്പാർക്ക് കൊണ്ടോ അങ്ങനെ ഏതെങ്കിലും കാരണവശാൽ നമ്മളൊരു റിപ്പയർ വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആര് തന്നെയായാലും, അത് വീട്ടുടമസ്ഥനോ അല്ലെങ്കിൽ മറ്റാരെങ്കിലോ അല്ലെങ്കിൽ ഒരു വയർമാൻ ആണെങ്കിൽ തന്നെ അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ നിശ്ചയമായിട്ടും നമ്മൾ സ്വീകരിക്കേണ്ട ഒരു കാര്യം മെയിൻ സ്വിച്ച് ഓഫാക്കി മാത്രമേ അത് ചെയ്യാവൂ എന്നുള്ളതാണ്. കാരണം നമ്മളൊരു സ്വിച്ച് ഓഫ് ആക്കുമ്പോൾ, ഒരു ഉപകരണം സ്വിച്ച് ഓഫ് ആക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഫേസ് മാത്രമാണ് നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതേസമയം തന്നെ ന്യൂട്രൽ അതിനോട് കണക്ട് ചെയ്ത് കിടക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ന്യൂട്രലിലൂടെ മറ്റെന്തെങ്കിലും തരത്തിലുള്ള രൂപത്തിൽ വൈദ്യുതി വന്ന് ഈ അപകടം പിടിച്ച എക്യുപ്മെൻറ്റിലേക്ക് വീണ്ടും വൈദ്യുതി വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊഴിവാക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാവുന്നൊരു മാർഗം എന്ന് പറയുന്നത് മെയിൻ സ്വിച്ച് ഓഫാക്കി മാത്രമേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടത്താവൂ എന്നുള്ളതാണ്.